സോ എൻ്റെ അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ ആദ്യത്തെ ദിവസം വീക്ക് 1 ഡേ 1 മൺഡേ പുഷ് ഡേ 4 എക്സസൈസസ് ഇൻക്ലൈൻ ഡംബൽ ഫ്ലൈസ് ബെഞ്ച് പ്രസ് ഷോൾഡർ പ്രസ് പിന്നെ ട്രൈസെപ്പ് പുഷ് ഡൗൺ. അത് വളരെ ലൈറ്റായിട്ട് ഞാൻ എൻ്റെ പീരിയഡൈസേഷൻ്റെ ചാർട്ടിൻ്റെ അകത്ത് പറഞ്ഞ പോലെ സോ ഈ മൈക്രോ സൈക്കിള് റിയലി ഞാൻ പ്ലാൻ ചെയ്യുന്ന മെസോ സൈക്കിൾ അബൌട്ട് എ മന്ത് ലോങ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. എ മന്ത് ആൻഡ് എ വീക്ക്. അതിൻ്റെ മൈക്രോ സൈക്കിൾ ഒരു വീക്കിൽ പുഷ് ഡേ, ലെഗ് ഡേ, ഫുൾ ഡേ, ഒരു ദിവസം ഓഫ്. ഇപ്പോൾ ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞു. വീക്ക് 1 ഡേ 1 മൺഡേ. ഇത് കഴിഞ്ഞതിൽ ഷോൾഡർ പ്രസ് ഉണ്ടായിരുന്നു. ഷോൾഡർ പ്രസ് 2 വാമപ്പ് സെറ്റ്, പിന്നെ വർക്കിംഗ് സെറ്റ് 3, 12 റെപ്പ്. എത്ര പൗണ്ടായിരുന്നു എനിക്കൊന്ന് ടോട്ടൽ? ഒരു സൈഡ് 15 പൗണ്ട്, ഒരു സൈഡ് 15 പൗണ്ട്, സോ 30 പൗണ്ട്സ്. പിന്നെ ബെഞ്ച് പ്രസ് ഉണ്ടായിരുന്നു. ബെഞ്ച് പ്രസ്സിന് ലൈറ്റായിട്ട് 2 വാമപ്പ് സെറ്റ്, എംറ്റി ജസ്റ്റ് ബാർ മാത്രം. പിന്നെ വർക്കിംഗ് സെറ്റ് 3 എണ്ണം. ഷോൾഡർ പ്രസ് 2 സെറ്റ്, പിന്നെ ബെഞ്ച് പ്രസ് 3 സെറ്റ്, 40 പൗണ്ട്സ്, 12 റെപ്സ്. പിന്നെ വേറെ ഉണ്ടായിരുന്നത് ഇൻക്ലൈൻ ഡംബൽ. അതിൽ വാമപ്പ് സെറ്റ് എൻ്റെ 3ാമത്തെ എക്സസൈസ് ആയിരുന്നു. സോ വാമപ്പ് സെറ്റ് 2 എണ്ണം. വാമപ്പ് സെറ്റ് എനിക്കൊന്ന് 10 പൗണ്ട്സ് ഈച്ച് ഡംബൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിംഗ് സെറ്റ് 2 എണ്ണം, അത് 30 പൗണ്ട്സ്. ടോട്ടൽ 40 പൗണ്ട്സ്, 20 പൗണ്ട് ഡംബൽ ഈച്ച്. പിന്നെ ഉണ്ടായിരുന്നത് ട്രൈസെപ്പ് പുൾ ഡൗൺസ്, ട്രൈസെപ്പ് കേബിൾ. സോ അത് 2 വാമപ്പ് സെറ്റ് എനിക്ക് തോന്നുന്നു അബൌട്ട് 15 പൗണ്ട്സ് ഈച്ച്. 15 പൗണ്ട്സ് 2 വാമപ്പ് സെറ്റ് ചെയ്തു. പിന്നെ വർക്കിംഗ് സെറ്റ് 2 എണ്ണം, 38 പൗണ്ട്സ്. ട്രിക്കി ആയിപ്പോയി. സാധാരണ 30, 40, 10ൻ്റെ ഇൻക്രിമെൻറ്റ്സിലാണ് വരുന്നത്. പക്ഷേ ഇത് 38 കഴിഞ്ഞാൽ പിന്നെ 40 അങ്ങനെയുള്ളൊരു കണക്കിലാണായിരുന്നു അതിൻ്റെ വെയ്റ്റിൻ്റെ സ്റ്റാക്ക്. സോ 4 എണ്ണം കഴിഞ്ഞു. നത്തിങ് ക്രേസി. പിന്നെ എനിക്ക് ഇന്നത്തെ എൻ്റെ ഹൈഡ്രേഷൻ വളരെ കുറവായിരുന്നു. ഏതാണ്ട് 1 കപ്പ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനർജി ലെവൽ ഓക്കെയാണ്. പക്ഷേ എനിക്ക് മസിൽ എന്താ പറയുന്നത്, അതിൻ്റെ പേര് ക്രാംസ് ഉണ്ടായി. പ്രോബബ്ലി ലൈക്ക് വെള്ളവും ഇലക്ട്രോലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആവും, വായൊക്കെ ഡ്രൈ ആവും. സോ ദാറ്റ് വാസ് അബൌട്ട് ഇറ്റ്. എൻ്റെ പീരിയഡൈസേഷൻ ചാർട്ടിലെ വീക്ക് 1 ഡേ 1. ഈ വീക്ക് ഒരു ഇനിഷ്യലൈസേഷൻ ഫേസ് ആണ്. ടെക്നിക്കലി ഈ പ്രോഗ്രാമിൽ ഡീലോഡ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പ്രയർ വർക്കൗട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഇനിഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടാണ് ഈ ഒരു വീക്ക്. ഫീൽസ് ഗുഡ്. അതെനിക്ക് മിക്കവാറും ചോപ്പ് ചെയ്യേണ്ടി വരും. റൈറ്റ്. അപ്പോൾ ഇനി എനിക്ക് പോയിട്ട് വെള്ളം വാങ്ങിക്കണം. 1 ലിറ്റർ വെള്ളം വാങ്ങിച്ചടിക്കണം. നോ കള്ളുകൂടി, പക്ഷേ പച്ചവെള്ളം. ഹോപ്പ്ഫുള്ളി സം ഇലക്ട്രോലൈറ്റ്സും കൂടെ ഉള്ളിൽ കയറ്റാൻ പാകത്തിന് എന്തെങ്കിലും. കുറച്ച് കാർബ് ലോഡ് ചെയ്യണം. എനർജി ലെവലൊക്കെ ഓക്കെയാണ്, പക്ഷേ ജസ്റ്റ് ദാറ്റ് ഡ്രൈനെസ് ഈ വെള്ളത്തിൻ്റെ ആവശ്യം മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഐ ഡോണ്ട് നോ മാൻ ദി ടെക്നിക്കൽ വേർഡ്സ്. ഞാൻ ഈ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് അധികം കുളമാക്കുന്നില്ല. പക്ഷേ ദാറ്റ്സ് എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ്. അത് മറന്നുപോയി. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് 180 പൗണ്ട്സ്. വേറെ എൻ്റെ ബ്ലഡ് വർക്കൊക്കെ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല. കുറച്ച് ട്രൈഗ്ലിസറൈഡ് ലൈക്ക് 0.9 മില്ലിമോൾസ് എന്തോ കുറച്ച് കൂടുതലുണ്ട്. അത് സിഗ്നിഫിക്കൻറ്റ് കൂടുതലല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ഐ എം pretty much in good health. സോ ഓക്കെ ആയിരിക്കും. വേറൊരു ദിവസം നെക്സ്റ്റ് ഡേ. സോ ടുഡേ മൺഡേ. എനിക്ക് 6 days straight എക്സസൈസ് ഉണ്ട്. ഇറ്റ് ഡോണ്ട് ഈവൻ ടേക്ക് ദാറ്റ് ലോങ്. എത്രയാണ് 10 കയറി 10:50 ഇറങ്ങി. സോ 40 minutes. പക്ഷേ എൻ്റെ വോളിയം കൂടും ഇനി. ഈ 2 സെറ്റൊക്കെ മാറിയിട്ട് 3 സെറ്റ് 4 സെറ്റിലോട്ടൊക്കെ മാറ്റും. ഈ ഒരാഴ്ചയിൽ വെയിറ്റിലൊന്നും മാറ്റമില്ല. ഇറ്റ് സ്റ്റേസ് ദ സെയിം. വോളിയത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു മെസോ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും.